രാവിൽ ഈ സ്നേഹക്കൂട്ടിൽ ഉണ്ണീയേശുരാജനിന്നു ജാതനായി. ഈ ക്രിസ്മസ് രാവിൽ ഈ സ്നേഹക്കൂട്ടിൽ ഉണ്ണീയേശുരാജനിന്നു ജാതനായി. ആമോദത്തോടെ പാടിടാം ഇന്നീ രാവിൽ, ആഹ്ലാദത്തോടെ വാഴ്ത്തിടാം. ആമോദത്തോടെ പാടിടാം ഇന്നീ രാവിൽ, ആഹ്ലാദത്തോടെ വാഴ്ത്തിടാം. ഈ ക്രിസ്മസ് രാവിൽ ഈ സ്നേഹക്കൂട്ടിൽ ഉണ്ണീയേശുരാജനിന്നു ജാതനായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഞ്ഞുപെയ്യും രാവിൽ ദേവദൂതൻ പാടി, ബേത്ലഹേമിൽ നാഥൻ ജാതനായി ഭൂവിൽ. ഗ്ലോറിയ ഗ്ലോറിയ. മഞ്ഞുപെയ്യും രാവിൽ ദേവദൂതൻ പാടി, ബേത്ലഹേമിൽ നാഥൻ ജാതനായി ഭൂവിൽ. വാനിലാകെ താരകങ്ങൾ മിന്നി, വാനദൂതൻ മോദമോടെ പാടി. വാനിലാകെ താരകങ്ങൾ മിന്നി, വാനദൂതൻ മോദമോടെ പാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണും വിണ്ണും സന്തോഷത്താലൊന്നായി ചേർന്നു പാടി, കണ്ണു ചിമ്മും താരകങ്ങളൊന്നായി ഏറ്റുപാടി. ഗ്ലോറിയ ഗ്ലോറിയ. മണ്ണും വിണ്ണും സന്തോഷത്താലൊന്നായി ചേർന്നു പാടി, കണ്ണു ചിമ്മും താരകങ്ങളൊന്നായി ഏറ്റുപാടി. രാജാക്കന്മാർ ഒന്നായി ചേർന്നു നീങ്ങി, പാരിനാഥൻ യേശു മഹേശ്വരെ വാഴ്ത്തി. രാജാക്കന്മാർ ഒന്നായി ചേർന്നു നീങ്ങി, പാരിനാഥൻ യേശു മഹേശ്വരെ വാഴ്ത്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ക്രിസ്മസ് രാവിൽ ഈ സ്നേഹക്കൂട്ടിൽ ഉണ്ണീയേശുരാജനിന്നു ജാതനായി. ആമോദത്തോടെ പാടിടാം ഇന്നീ രാവിൽ, ആഹ്ലാദത്തോടെ വാഴ്ത്തിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
നമുക്ക് വേണ്ടി കാരൽ പാടി ഇവർക്കും കൂടെ നമുക്ക് മെരി ക്രിസ്മസ് കൊടുക്കണ്ടേ? മെരി ക്രിസ്മസ്. ഇനി നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഇവർ കോട്ടയം ജില്ലയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ഇവരുടെ പേരാണ് കാൻഡിൽസ് ബാൻഡ് കോട്ടയം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ക്രിസ്മസ് ഇത്രയും അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ കഴിഞ്ഞാൽ പറ്റുള്ളൂ, വേറെ ആരുമില്ല. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. സാധാരണ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം സെറ്റിനെക്കാട്ടിലും എനിക്കൊന്ന് ക്രിസ്മസിന്റെ വൈബിലേക്ക് കറക്റ്റ്. നോക്കിക്കേ, നമ്മൾ എവിടെയാണ്, ഏത് രാജ്യത്താണ് നമ്മള്? കേരളത്തിലാണെന്ന് പോലും ഒരു ക്രിസ്മസ് വൈറ്റില വഴി ദോ പോകുന്നു, കറങ്ങി പാലാരിവട്ടം കഴിഞ്ഞ് ലുലുവിന്റെ മുകളിൽ കൂടെ ഇനി തിരിച്ചു വരും. മെട്രോ പോലെയാ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഭയങ്കര. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ക്രിസ്മസ് വൈബ്? സൂപ്പർ. ആഹാ, കോട്ടയംകാരാന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഹൈപ്പിൽ നിർത്തിയിരിക്കുക. അവിടെ നിങ്ങൾ നല്ല കിഡിലായിട്ട് ഇവിടെ അടിച്ചു പൊളിക്കണം നമ്മളോടൊപ്പം. എല്ലാരും വിചാരിക്കും നമ്മൾ എന്താണ് ഇപ്പോഴേ ആഘോഷം തുടങ്ങിയെന്നുള്ളത്. ഇപ്പോഴേ ആഘോഷം തുടങ്ങിയാലേ ഇനി അടുത്ത ആഴ്ച നമുക്ക് ഇത് കിഡിലവാക്കി ഇനി അങ്ങോട്ടേക്ക് ഫുൾ ക്രിസ്മസ് മോഡ്. അത് പറഞ്ഞപ്പോഴാ ഗിഫ്റ്റുകൾ വേണ്ടേ? സീക്രട്ട് സാന്റ വേണ്ടേ? ആരൊക്കെയാന്ന് അറിയണ്ടേ? എന്തൊക്കെയാ കിട്ടണ്ടേന്ന് അറിയണ്ടേ? ഇത് മാത്രല്ല, ഈ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ സീക്രട്ട് ആയിരിക്കും. സീക്രട്ട് സാന്റ വരും പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലും ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട്. അത് ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ ഈ ഗസ്റ്റുകളെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്ത് അവരെ സീറ്റിലിരുത്താം. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആൻഡ് നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ് പ്ലീസ്. അങ്ങനെ നമ്മുടെ നാട്ടുകൂട്ടം റെഡിയായി, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സും റെഡിയായി. ഇനി ബാക്കി ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ എന്തായാലും കേക്ക്, വൈന്, കരോള്, ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ ആക്കി? ഞാനാണോ ഏറ്റത്? നിങ്ങളിപ്പോ രാവിലെ കുളിച്ചൊരുങ്ങി വന്നപ്പോ നിങ്ങൾ ഇതൊക്കെ കണ്ടോ? ഇതെല്ലാം സെറ്റല്ലേ? പിന്നെ ഞാന് ഇച്ചിരി തിരക്കായതുകൊണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, നമ്മളെ കാര്യായിട്ട്, കല്ലറ, വാങ്ങോട് തൊട്ട് കുളത്തൂപ്പുഴ വരെയുള്ള ഫുൾ ഏരിയയില് നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഘോഷം വന്നു കഴിഞ്ഞാൽ നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരാളെ ഏൽപ്പിക്കും. ചാക്ക് ചന്ദ്രനെ. ചാക്ക് ചന്ദ്രൻ. നമ്മുടെയൊക്കെ നാട്ടില് ആകാശത്തെ ചന്ദ്രനേക്കാൾ ബഹുമാനം ചാക്ക് ചന്ദ്രനോടാണ്. കാര്യം പുള്ളിയുടെ അടുത്ത് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം ചാക്കിലിട്ട് കൊണ്ടു തരും. രാവിലെ ഇതൊക്കെ വന്ന് ഇവിടെ ഒരുക്കി വെച്ചിട്ട് ആരാണ്? ചാക്ക് ചന്ദ്രൻ. ഈ ചാക്ക് ചന്ദ്രനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്ലോറിൽ നമുക്ക് കേക്ക് വേണം, ക്രിസ്മസ് അപ്പൂപ്പൻ വേണം, പിന്നെ ക്രിസ്മസ് ട്രീ വേണം, കരോള് വേണം, ബാൻഡ് സെറ്റ്, മൊത്തം ക്രിസ്മസിന് എന്തൊക്കെ വേണോ അത് മൊത്തം, നക്ഷത്ര മാലാക ഉൾപ്പെടെ അങ്ങനെ കൊണ്ടുവരാന്ന് ചാക്ക് ചന്ദ്രൻ ഏറ്റിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്ക് ചന്ദ്രനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിരിക്കും. അതാണ് വന്ന് ചാക്ക് ചന്ദ്രൻ വന്ന്. അണ്ണനെ വിളിക്കണോ? അണ്ണാ ഇവിടെ നിർത്തറ. തല ഇരിക്കുമ്പോ വാലാടണ്ട. ബാക്കിലോട്ടില്ലേ? അണ്ണൻ അറിഞ്ഞൂടുന്നു അണ്ണ ഇങ്ങോട്ട് വരും. അണ്ണ ഇവിടെ ഒരു ഗുണ്ട വരുമ്പോ നല്ലൊരു മ്യൂസിക് ഇല്ലേടെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോ സെക്യൂരിറ്റിയോ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ബുദ്ധിമുട്ട് ചന്ദ്രന്റെ അടുത്ത് ബുദ്ധിമുട്ട് കാണിക്കാൻ ആരാടായി? അപ്പൊ എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ അതിഥികൾ. വെള്ളപ്പാറ്റ ഇത് മുല്ലശ്ശേരി ശ്രീവിദ്യ. ഇത് ചുമന്ന കളി എലീന പഠിക്കൽ. എലീന പണിക്കല പഠിക്കൽ. എല്ലാം നന്നായിട്ട് കൊള്ളാം. മേക്കപ്പ് ആണ് അത്? അല്ലല്ലോ, ഒറിജിനൽ. വാ തുറന്നു വല്ലൊക്കെ പറയണേ. ഹലോ ഹലോ, ഹൗ ആർ യു? മെരി ക്രിസ്മസ്. അതെ ശ്വേത ചേച്ചി അറിഞ്ഞൂടെ? ശ്വേതാ മേനോൻ. അയ്യോ ശ്വേത ചേച്ചി. എനിക്ക് കൊച്ചിലെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കി എന്തോരം സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ ചേച്ചി പിന്നെ മുംബൈയിലായിരുന്നു. പക്ഷെ മുംബൈയില ഇപ്പൊ ഇവിടെ ഉണ്ട്. എടാ ചന്ദ്രനെ മുംബൈയിലല്ലായിരുന്ന കൊച്ചിലെ നാട് വിട്ടു. പിന്നെ എത്ര വർഷങ്ങൾ നാട് വിട്ട് ബോംബെയിലായിരുന്നു. ഇവിടെ ബോംബെയില് എന്ന് പറഞ്ഞ ധാരാവിൽ പിന്നെ ധാരാവിലായിരുന്നു. माय गॉड, मुझे मालूम नहीं था यार बेड़ू, तू कब आया यार? तू धारावी से कब आया? ये
मालूम है इन लोगों को मुझे मालूम ही नहीं, मैं इतना बोर हो गई हूँ ना, मैं समझ में नहीं आ रहा था कि क्या करूँ मैं ना इन लोग के बारे में। एक सुनना अरे इनके बारे में सुनना। ഒരു സെക്കൻഡ് ഈ കല്ലറ മെമ്പർ രമണി ചേച്ചിയുടെ അടുത്ത് പോയി കയറുമ്പോൾ ചെന്ന് കയറിയാ നടക്കുമെന്ന് വിചാരിച്ചാ? അത് ഹിന്ദിയാണ്. അല്ലല്ല, കുറച്ച് ഹിന്ദി അറിയായിരുന്നു, പക്ഷെ ഞാൻ ഡൽഹിയിലെ ഹിന്ദിയാണ്, അത് ബോംബെയിലല്ല. ചേച്ചി ഹിന്ദി മത്കരോ ഇധർ സേ എഴുത്തച്ഛൻ ഫാൻ. ഞാനും എഴുത്തച്ഛൻ നാടുന്നാണ് തിരൂര് തമ്പാനൂര്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? പിന്നെ എന്താ എല്ലാം ഞാൻ ഒരിക്കലെല്ലാം ഞങ്ങൾക്ക് കേക്ക് സാധനങ്ങൾക്ക് എവിടെ കേൾക്കുന്നില്ല. കേക്ക് എവിടെ? അതാ പറഞ്ഞത്, കേൾക്കുന്നില്ല. അല്ല ഇവരെല്ലാവർക്കും കേക്കണ്ടേ, നിങ്ങൾക്ക് എന്താ കേക്കാത്തെ? ഞാൻ പറയട്ടെ സേതാജി, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ കേൾക്കുന്നില്ലെന്നല്ല, കേക്ക് ഇന്നില്ല. നിങ്ങൾ നിങ്ങളെല്ലാം ഏറ്റല്ലേ കേക്കെല്ലാം കൊണ്ടുവരാന്ന് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു ഇവരടുത്ത് ഞാൻ നാണം കിടൂലാണ്. സംഭവം എന്തെന്നറിയാമോ, ഞാൻ ഈ ചാക്കിലാണല്ലോ എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഓ ചാക്കും കൊണ്ടുവന്നല്ലോ. ഞാൻ ഈ ചാക്കില് കേക്കും എന്റെ ക്രിസ്മസ് അപ്പൂന് ഏറ്റവും ബസ് കയറി തമ്പാനൂര് ബസ് കയറിയ ഭയങ്കര തിരക്ക്. അപ്പൊ ക്രിസ്മസ് അപ്പൂന് സ്ഥലം കിട്ടി. ഞാൻ നോക്കിയപ്പോഴേ ചന്ദ്രന്റെ ബഹുമാനമില്ലടെ ആയിരിക്കും. ഞാൻ വിചാരിച്ച ഏമാരൊന്ന് നോക്കട്ടെ, എണീച്ചേരോ നോക്കട്ടെ. ഒറ്റ മനുഷ്യ എണീറ്റൊന്നുമില്ല. ഇല്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കാല് കളിച്ച് ഞാൻ ഈ ചാക്കിങ്ങനെ വെച്ചിട്ട് കയറി അങ്ങ് കൊല്ലത്തെത്തിയപ്പോഴേ ചെറിയൊരു നനവ്. ഞാൻ നോക്കിയപ്പോ കേക്കിലല്ലേ കയറി ഇരുന്നത്. അപ്പൊ ചെറിയാണ് ചെറി എവിടെ? അല്ല, കൊല്ലത്തെ ഒരു ബാങ്കിൽ വെച്ചേക്കാണ്. ചിലപ്പോ ഇല്ലാതായാലെന്ന് വെച്ചാൽ അവിടെ ബാങ്കിൽ വെച്ചിട്ട് ഇങ്ങ് പോകുന്നു. അവിടെ തന്നെ വച്ചേ. പിന്നെ ഒരുക്കങ്ങളെല്ലാം റെഡിയല്ലേ? ഓക്കെ അല്ലേ? റെഡിയാണ്. ഇനി എന്താണ് വേണ്ടത്? അല്ല ഈ കേക്ക് നമുക്ക് ഐസ്ക്രീം ആയിട്ട് എടുത്ത കുഴപ്പമുണ്ടോ? നിങ്ങൾ ഏറ്റപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് കൊളാവുന്നു. പക്ഷെ കൊളാവാത്തൊരു സാധനമുണ്ട്, സിനിമാറ്റിക് ഡാൻസ്. എന്റെ ക്രിസ്മസ് അപ്പൂപ്പന്റെ. ഞാൻ വിചാരിച്ച ചന്ദ്രനന്റെ ആയിരിക്കും. ചന്ദ്രനല്ലേ? ഒരു പാട്ടിട്ടുള്ള എന്റെ ഡാൻസ് നല്ല അടിപൊളി സ്റ്റെപ്പ്. കണ്ണും കണ്ണും കാത്തിരുന്നു കാതോരം കാതോരം കേട്ടിരുന്നു ദൈവത്തെ പിറക്കുമെന്ന്. കാതോരം കാതോരം കേട്ടിരുന്നു ദൈവത്തെ പിറക്കുമെന്ന്. കണ്ണും 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 മതി മതി അതാ അതാ ഇവനെ ഞാൻ പിടിച്ചവനാ. ഇവനെ ഇല്ലല്ല ഞാനേ ഇവൻ 2 വട്ടവും ശ്രീവിദ്യയുടെ അടുത്ത് ഞാൻ ചവിട്ടിത്തള്ളി വിട്ടിട്ടും ഇവൻ വീണ്ടും അങ്ങോട്ട് പോകും. അപ്പോഴേ എനിക്കൊരു ഡൗട്ട്, ശ്രീവിദ്യയുടെ ആളാണെങ്കിലും നമ്മുടെ ചങ്കായതുകൊണ്ടാണ് നമ്മളെല്ലാരും ഭയങ്കര ശ്വാസമേ പാതയിൽ പാതി. അല്ല, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു ചെവിയിൽ വന്ന്, അണ്ണാ അയാളെ കൊണ്ടുവരുമ്പോ നല്ല വൃത്തിയുള്ള ഒരാളെ കൊണ്ടുവരണ, മോശക്കാരൻ. ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾ ആദ്യം വിചാരിച്ചു പ്രണവാന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ ആക്ച്വലി ഞാൻ മൈൻഡ് ഔട്ടായി. ഞാൻ വിചാരിച്ചു മോശമായി പോയി. അപ്പൊ അനുചേട്ടൻ്റെ അടുത്ത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അതിൽ തന്നെ ഭയങ്കരത്തില് ഞാനേ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഞാൻ ഭയങ്കരത്തിൽ ഇതായി പോയി. അപ്പൊ പിന്നെ ഷൂട്ട് അടക്കല്ലേ, ഞാൻ എന്നിട്ട് ഉണ്ടായിരുന്നതാ. ഞാൻ അപ്പളെ ഇവിടെ പറഞ്ഞായിരുന്നു ചിന്നു പ്രതികരിക്കത്തില്ല ഷൂട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവള് കൈ കട്ടങ്ങാനും ഞാൻ ആകപ്പാടെ ശീതചിച്ചിരാ കൈകാലത്തിൽ നിന്ന് ആദ്യം അടി ഓടുന്നായിരിക്കും. അതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം നടന്നു. ഞാൻ ശേഷിച്ച ബാക്കി കൊടുക്കണോ അപ്പൊ അവിടെ അടുത്ത ആക്ഷൻ പറഞ്ഞു. ഞാൻ അടുത്ത ആക്ഷൻ നീ ഉറപ്പായിട്ട് ഞാൻ പിടിക്കാൻ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു വെരി ഗുഡ് സർപ്രൈസ്. അളി നിന്നെ ഒഴിച്ചു കൂട്ടാൻ ഞങ്ങൾ എങ്ങനെ ആലോചിക്കുന്ന അല്ല ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ, ശ്രീവിദ്യനെ നമ്മൾ മാറ്റി ടാർഗറ്റ് നീങ്ങി പോകുന്നു. നീ ശരിക്കും എവിടെയായിരുന്നു? അത് വീട് 10 മണിക്ക് മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എന്റെ കോൾ എടുക്കാത്തെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവൻ എവിടെയൊക്കെ പോണ്ടാവും. ഇതൊരു നല്ല കാര്യത്തിനായോണ്ട് കള്ളം. അത് മാത്രല്ല നമ്മുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന് രാഹുൽ വന്നില്ല, പക്ഷെ ശ്രീവിദ്യയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അല്ല, അത് ഒറിജിനൽ അല്ല, വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. ബൈ ദ വേ കൺഗ്രാറ്റുലേഷൻസ് രാഹുൽ. ആ ദിവസം ഒരു ഭാര്യയായിട്ടാ വന്നത്.
മഹാബോറായിരുന്നു. ഇനി ഒന്നും അയക്കരുത്. ഇനി നീ ഭാര്യയായിട്ട് വരണ്ടെന്ന്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും രാഹുലിന് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ് 2025 ഫോർ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എമർജിംഗ്. അതെ അതെ അതെ. സോ അമൃത ടിവിക്കും എമർജിംഗ് സ്റ്റാർ എന്ന് നമ്മൾ പറയുമെങ്കിലും ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും കിഡിലമാണ് രാഹുൽ. വരുന്നവരും പോകുന്നവരും ഒക്കെ ശ്രീവിദ്യയോട് മാത്രമല്ല, നമ്മളിവിടെ ഒഫീഷ്യലി പറയുമ്പോൾ പറയും രാഹുൽ ചേട്ടനോട് അന്വേഷണം പറഞ്ഞാൽ രാഹുൽ ചേട്ടൻ്റെ പ്രസന്റേഷൻ അടിപൊളിയാന്ന് കിഡിലായിട്ട് പറയുന്നുണ്ട്. അത് ഓരോ തവണയും എനിക്കൊരു മെഡൽ കിട്ടിയ സന്തോഷം. അത് മാത്രോ, രാത്രികാലങ്ങളിൽ ഇവന്റെ ആ വ്ളോഗ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വനിതാ ജാഥ തന്നെ ഉണ്ട്. അതിലൊരാളാണ് എൻ്റെ അമ്മ. ഞാൻ പ്രൗഡായിട്ട് പറയും. സോ പലപ്പോഴും ഞാൻ എപ്പോഴും സ്റ്റേജ് പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു കമന്റ് ഇട്ട് എന്നെ എല്ലാവരും അന്ന് ഭയങ്കരമായിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്തു, നീ ഏതാന്നൊക്കെ ചോദിച്ചത്. പക്ഷെ അവരോട് എനിക്ക് പ്രൗഡായിട്ട് പറയാം, ഞാൻ അന്ന് പറഞ്ഞതിനാണ് ഈ രാഹുൽ ഇപ്പം ഇതിലും കിടിലായിട്ട് നിൽക്കുന്നത്. ഇനി ചെയ്യണം രാഹുലെ, നീ എമർജിങ്ങിന്ന് മാറിയിട്ട് ഏറ്റവും ബെസ്റ്റ് വ്ളോഗറിന്റെ അവാർഡ് വാങ്ങും. ഞാൻ ഇങ്ങനെ വന്ന് കൈയടിക്കും. നന്ദി, താങ്ക് യു. മേടിക്കണേടാ വേഗം, അമൃതയിൽ പറയടാ വേഗം തരാൻ. അപ്പോൾ അമൃത ടിവിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് ഇതിനു മുന്നേ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ റെക്കഗ്നൈസേഷൻ വരുന്നത് നിങ്ങളിൽ നിന്ന് എല്ലാവരും നിന്നാണ്. കാരണം നിങ്ങളൊക്കെ പറയുമ്പോൾ വന്നത് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ശ്രുതി ചേച്ചി, ആലിസ്, അഖിലേട്ടൻ, എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവാർഡ് കിട്ടുന്നത് പോലെ തന്നെയായിരുന്നു. പക്ഷേ ഫിസിക്കലി ഒരു അവാർഡ് കിട്ടിയത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ്. അമൃത ടിവിക്ക് ഒരുപാട് നന്ദി. ഇതിൻ്റെ ഒരു കുടുംബം പോലെയാണ്. മൂത്തേച്ചി മുതൽ അനിയന്മാരില്ല, മൂത്തേച്ചി മുതൽ എല്ലാ ഏട്ടന്മാരും, ഇളയ അനിയത്തി ഉൾപ്പെടെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കുടുംബം പോലെയാണ്. എനിക്കത് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു കുടുംബമാണത്. അപ്പൊ ആ കുടുംബത്തിൽ നിന്നൊരു അംഗീകാരം കിട്ടുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. സൂപ്പർ. എടാ, അടുത്ത് നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ നീ മാവേലി വശത്തിൽ അന്നും ചാക്കിലാണ് കൊണ്ടുപോണത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഒരു മിനിറ്റ് സജീവണ്ണ, അയച്ചു തരാം. എന്നാലും ക്രിസ്മസിന് വിഷുവിന്റെ ആശംസ വീഡിയോ ചോദിക്കുന്നത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. എന്നാ വിഷു നീ സമയമില്ലേ? എല്ലാവരും ഇന്ന് ആശംസ വാങ്ങിച്ചു തരാം. ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ, അവരൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ. ഏറ്റവും കൂടുതൽ ആശംസ കൊടുക്കാൻ കുട്ടിയിലുണ്ട്, അവൻ്റെ ഒന്ന് വാങ്ങിച്ചു തരാം. ശരിയാണ്. ഓക്കെ. ഒരു ആശംസ വീഡിയോ സജീവ മൂത്തലേക്ക് കൊടുക്കണമെന്ന്. ആശംസ വീഡിയോ പിന്നെ അത് നമുക്ക് ആലോചിക്കാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ വേറെ കാര്യം പറയാനുണ്ട്. സാധാരണ നിങ്ങൾ എപ്പോ വന്നാലും കൂടെ ആ കിഴങ്ങ് അമ്പിളിക്കുട്ടനെ കൊണ്ടാണ് വരുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടേ? അല്ല, അത് ഞങ്ങൾക്ക് ചീത്തപ്പേരാ. ഇവിടെ നിന്ന് അമ്പിളിക്കുട്ടന്റെ ഓരോന്ന് കേട്ട് ഇപ്പൊ നാട്ടില് മണ്ടൻ എന്ന വാക്ക് മാറ്റിട്ട് അമ്പിളിക്കുട്ടനാക്കി. നമ്മളെ എന്നെയൊക്കെ ഇപ്പൊ അമ്പിളിക്കുട്ടൻ എന്നാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. ചേച്ചി ഇവൻ പറയാൻ കേട്ടോ, ഞാനാണ് അവന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ക്ലാസ് എടുത്തു ഇയാളല്ലേ എപ്പോഴും കൊണ്ടുവരണല്ലേ? നിങ്ങളല്ലേ ഇവിടെ അമ്പിളിക്കുട്ടനെ കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് അമ്പിളിക്കുട്ടനെ എന്തായാലും ഞാൻ വിളിച്ചോണ്ട് വരത്തില്ല. രാവിലെ ആയപ്പോ എവിടെയോ പോയി ഒരു കോസ്റ്റ്യൂം ഒക്കെ വാടകയ്ക്ക് എടുത്ത് നല്ലോണം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരട്ട്, തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാം. എന്താണ് പ്ലാൻ എന്ന് അറിയണമല്ലോ. അതുണ്ട്. വരട്ടെ. മാമ ഈ ആട്ടിനെ കൊണ്ട് അങ്ങോട്ട് വന്നു. ആട്ടിനെ കൊണ്ട് മാമ എങ്ങോട്ട് പോകണം? ഇതൊന്ന് ആര്? മാമനാ? എടാ ക്രിസ്മസ് പപ്പ. അങ്ങനെയാണോ? എടാ അമ്പിളിക്കുട്ടാന്ന് വിളിക്കരുത്. അവർക്ക് എന്നെ മനസ്സിലാവാതിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നത്. അയ്യോ, എന്റെ തെറ്റിപ്പോണ്ട് ഞാൻ മനസ്സിലാവേയില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളില്ലേ, ഇതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോവാതിരിക്കാൻ എന്റെ അടുത്ത് ഒന്നിനും കാവലൊന്നോളാൻ പറഞ്ഞു സാർ. അങ്ങനെ വന്നേ. അപ്പൊ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിന്റെ പേരെന്താണ്? പേര് പിന്നെ ഇത് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ടാ. ഇത് ബംഗാളികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കറുത്ത ഒരു ഇതുണ്ടല്ലോ, കൂർക്ക. അതാണ് ഞാൻ. ഇതെന്തോന്നാ ഇത്? ഇത് ടൈ. ടൈയല്ല, സോക്സ്. അങ്ങനെയാണോ? ഇങ്ങനെ മാറ്റിയിട്ടേക്കുന്നത്? ഇത് അളിയെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇതേ കളറിലുള്ള ഒരു ജോഡിയും കൂടെ ഉണ്ട്. പക്ഷെ അതിനൊരു ഈ കളർ ഈ കാലിലും ഈ കളർ ഈ കാലിലുമാ. മാറിയിട്ടുണ്ട് വന്നിട്ട് കളർ മാറിയിട്ടുണ്ട് വന്നിട്ട് ഞാൻ പോരാ. സത്യം പറഞ്ഞ ഈ വേഷം കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നറിയാമോ, നിനക്ക് പോലീസിൽ ചേരാനുള്ള ഒരു ലുക്കൊക്കെ. അത് പറ്റൂല. എന്റെ ഈ ദേഷ്യം ഒക്കെ വരുന്ന ഈ സ്വഭാവം ഒന്നും പോലീസിൽ പറ്റൂല. എടാ ഏത് പോലീസാ സൗമ്യമായിട്ട് പെരുമാറുന്നത്? ഉണ്ട്. ഞാൻ ഇന്നലെ റോഡിൽ കൂടെ സൈക്കിളിൽ ഇങ്ങനെ പോയി. അപ്പൊ പോലീസ് ഇപ്പൊ കൊണ്ടുവരുത്തിട്ട് എസ് ഐ എന്റെ അടുത്ത് പറയാണ്, മക്കളെ അച്ഛനോട് പറയണം റോഡ് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന്. എടാ സിംബോളിക്കായിട്ട് നിന്റെ അച്ഛന്റെ വകയാണ് ഈ റോഡെന്ന് ചോദിച്ചതാണ്. അതുപോലും മനസ്സിലായില്ല. വീട്ടിൽ ഇരിക്കുന്നവരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമൊന്നും പറയില്ല. എന്റെ അമ്മയ്ക്ക് എന്റെ കൂടെ ഒരു സ്നേഹവും ഇല്ല. ഒരമ്മയ്ക്കും മക്കളോട് സ്നേഹം ഇല്ലാതിരിക്കില്ല. അങ്ങനല്ല. അമ്മ എന്റെ അടുത്ത് ഇന്നലെ പറയാണ്, നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടാന്ന്.
പിന്നെ രാവിലെ ആയപ്പോ ഭയങ്കര സങ്കടം. പിന്നെ പെറ്റമ്മയിലാണ് സങ്കടം കാണൂല അങ്ങനെ പറഞ്ഞേല്. അതല്ല ഇങ്ങനെ നാണം കെട്ട് തിന്നാൻ നിനക്ക് എന്ത് ഇതാടാന്ന് ചോദിക്കാൻ മറന്നുപോയത്. അതിന്റെ സങ്കടമായിരുന്ന പിന്നെ ഞാൻ കരഞ്ഞത് ഇവിടെ. വെളുപ്പിന് 3 മണിയാകുമ്പോ കിടുകിട 2 കിട് കൂടിപ്പോയി. കിടുകിട വിറയ്ക്കുന്ന തണുപ്പത്ത് 3 മണിക്ക് റബ്ബർ വെട്ടാൻ പോ. അച്ഛനാ നീയാ പിന്നെ അമ്മ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാനും അച്ഛനും കൂടെ ആ തണുപ്പത്ത് മൂടി പുതയ്ക്കാൻ ഒരു പുതപ്പോലും ഇല്ലാതെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. അമ്മ കണ്ണിച്ചോരയില്ലാതെയാണ് ഞങ്ങളെ മുമ്പിൽ കൂടെ റബ്ബർ വെട്ടാൻ പോകുന്നത്. അറിയാമോ? റബ്ബർ വെട്ടാൻ പോണ അമ്മയ്ക്ക് കണ്ണിച്ചോരില്ലല്ലേ? നിങ്ങൾ കിടന്ന് സുഖമായിട്ട് ഇറങ്ങും. പാവം എന്റെ അച്ഛൻ അരയിൽ ഒരു കറുത്ത ചരട് മാത്രമേ ഉള്ളൂ. അറിയാമോ? അച്ഛന്റെ അരയിൽ കറുത്ത ചരടുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ശ്രദ്ധയില്ലാത്ത മനുഷ്യനാന്ന്. അച്ഛന്റെ മുണ്ട അല്ലേ ഞാൻ എടുത്ത് പുതയ്ക്കുന്ന. എടാ ഇന്നലെ വന്ന് ഈ പുൽക്കൂടൊക്കെ ഒരുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ കാര്യം ഏൽപ്പിച്ചിട്ട് നീ ചെയ്തായിരുന്നോ? ഞാൻ ചെയ്യേണ്ടി വന്നു. കാര്യം അറിഞ്ഞില്ലേ? ഇന്നലെ ഞാൻ വന്ന ബസ് മറിഞ്ഞെന്ന്. അയ്യോ വല്ല പ്രശ്നം വല്ല ഉണ്ടായിരുന്നോ? അയ്യോ ആളുകളൊക്കെ നാട്ടുകാരൊക്കെ കൂടി എല്ലാരും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഞാൻ പിന്നെ കണ്ടക്ടറെ തപ്പി കിടന്നു. ആശുപത്രി കൊണ്ടുപോകാനാണ്. എനിക്ക് 5 രൂപ ബാലൻസ് തരാൻ ഉണ്ടായിരുന്നു. ഈ പോടെ രാവിലെ ഒരുത്തനെ കൊണ്ട് ഇവിടെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മാറ്റർ എഴുതി വെച്ചെങ്ങനെയാണ് അതിന്റെ വിഷു ആശംസ വീഡിയോ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മനുഷ്യനെ ശല്യം ഒന്നും പറയില്ലേ, മോശമാണ്. ശല്യം എന്ന് പറയാൻ പിന്നെ നോക്കണം ഇത്രയുണ്ട്. ഒരു കാര്യം ചെയ്യും അഖിലിന്റെയൊക്കെ പിന്നീട് ഞാൻ വാങ്ങിച്ചോളാം. നീ എന്തായാലും നീ അത്യാവശ്യം ഫേമസ് ആണല്ലോ. എന്റെ ഒരു വീഡിയോ ഇങ്ങത്താ നോക്കി വായിച്ചാ മതി കേട്ടാ. എടുത്തോളൂ. ഞാൻ സെൽഫി എടുക്കും. ഞാനും കൂടെ നിൽക്കാം. നമ്മൾ രണ്ടും ഒരുമിച്ച് അറിയാൻ പറ്റും. ഓൺ ആക്കട്ടെ. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്പിളിക്കുട്ടൻ. മുഖത്തല സജീവും കുറെ മാക്രി പിള്ളേരും. മാക്രി പിള്ളേരാ? പിള്ളേരെന്നല്ലേ ഉള്ളൂ. മാക്രി ഞാൻ കയ്യിൽ നിട്ടതാ. പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. അവതരിപ്പിക്കുന്ന കണകുണ 2025. കണകുണ കണിക്കൊന്ന 2025. ബാക്കി നീ വായിക്കണം, ഞാൻ വായിച്ചോളാം. അത് നീ വായിച്ചാൽ ശരിയാവൂല. കൊന്നപ്പൂവിന്റെ പരിമളമൂറുന്ന വിഷു ആശംസകൾ. വലിയക്കാരനാട്ടോ. വലിയക്കാരനാ? വായിക്കാരനോടൊന്ന് പറയരുത്. എടാ നീ ഇങ്ങനെ നടക്കാതെ എവിടെയെങ്കിലും പോയി കാശുണ്ടാക്കാൻ നോക്കടാ. കാശുണ്ടാക്കാൻ എവിടെയെങ്കിലും പോകുന്ന എന്തിന്? ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാം. ഒരു കുപ്പി മദ്യം കൊണ്ട് അങ്ങനെ കാശുണ്ടാക്കും? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാത്രി ഇരുന്നിട്ട് ഈ ഒരു കുപ്പി മദ്യവും കുടിക്കണം. അപ്പൊ ഫ്ലാറ്റ് ആവും. രാവിലെ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് കാശുണ്ടാക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നീ പറയുമ്പോ അങ്ങനെ പറയരുത്. എനിക്ക് ബുദ്ധി ഉണ്ടാന്ന് ചോദിക്കണം. തലയിൽ ആള് താമസമില്ലടാ. ഇതുവരായിട്ടില്ല. നല്ല വല്ല പാർട്ടിക്കാരുണ്ടെങ്കിൽ നോക്കാം. ഫാമിലിക്ക് കൊടുക്കും. അവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. എടാ നീ ഒരു കാര്യം ചെയ്യും, ജോലിക്ക് പോകുന്ന ആരെങ്കിലും കണ്ട് പഠിക്ക്. അവർ അധ്വാനിക്കുന്ന കണ്ട് പഠിക്ക്. ഞാൻ പോയി കുറെ പേര് നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ അവരെ കൂടെ പോയിട്ട് എങ്ങനെയാണ് അധ്വാനിക്കുന്നത് കണ്ട് പഠിക്കാൻ വേണ്ടി പോയി. മിടുക്കൻ. അത്ഭുതം എന്ന് പറയട്ടെ. പറഞ്ഞാട്ടെ. അവരും പണിക്കൊക്കെ നിർത്തി എന്റെ കൂടെ കലിങ്ങി വന്നിരിക്കുക. ഞാനിനി എന്ത് പറയാൻ? സത്യം പറഞ്ഞ നിനക്ക് പറ്റിയ ജോലി എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. എന്റെ തിന്നക്കല്ലേ സ്വാഭാവികമായിട്ട് എല്ലാരും പറയുന്നത്. അതല്ല, നീ എഴുതണം. എന്തെഴുതും? ആലോചിച്ച് കൂട്ടൊന്നും വേണ്ട. നിന്റെ മണ്ടത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഖണ്ഡകാവ്യമുണ്ട്. അങ്ങനൊന്നും പറയരുത്. ഞാൻ ബിരുദമൊക്കെ എടുത്ത ആളാണ്. മണ്ടത്തരത്തിലായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടല്ലോ. ഉള്ളാരിയല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ ഇവിടെ അനുസാറാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അറിഞ്ഞു. എവിടെ പോയി? എന്നെ അമ്മ അനുസാറാണ് ഇവിടെ നിർത്തി. ആര് പറഞ്ഞു? കുറെ നേരം ഇറങ്ങിപ്പോയി. ഇത് ആരെ ഫ്ലോർ? നമ്മുടെ ഫ്ലോറാണ്. ഇറങ്ങിപ്പോടാ. ചോരയും നീരും തണ്ടും തടിയുറപ്പുമുള്ള അമ്പിളിക്കുട്ടൻ ഗൂർഖ റിപ്പോർട്ടിംഗ് സാർ. സൂപ്പർ സൂപ്പർ. ഈ നാടിനെ മൊത്തം കിട്ടിക്കിട്ടാ പറപ്പിച്ച അമൽ ഗുണ്ട. എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് പറയാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. അവളെവിടെ? ഇറങ്ങി വാ സുമി, ഇങ്ങോട്ട് വാ. ഇപ്പൊ വരുന്ന വഴിയാണ്. ഇന്നലെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡ് മൊത്തം ഞാൻ അടിച്ച് തകർത്തു. ആ ബസ്സിലുണ്ടായിരുന്ന കിളി, ഡ്രൈവർ, കണ്ടക്ടർ, ഇവർ 3 പേർക്കെതിരെയും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി. സൂപ്പർ അല്ലേ? മസിലിനൊക്കെ ചെറിയൊരു ഉടവുണ്ട്. ഒന്ന് മസാജ് ചെയ്താൽ തന്നാൽ കൊള്ളാമായിരുന്നു.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഇത്രയൊക്കെ നല്ല കല്യാണാലോചനകൾ വന്നിട്ട് എന്നെ പോലൊരു ഗുണ്ടയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്താ? അത് ചേട്ടാ, ഈ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഗുണ്ടകളൊക്കെ. ഓഹോ, പിന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടേനെയും കൂടെ ആണല്ലോ ഞാൻ കെട്ടിയത്. അതെ. പിന്നെ ഒരു കാര്യം ചേട്ടന് മനസ്സിൽ വെക്കണം. എന്താണ്? സ്ത്രീകളോട് അതിക്രമം. അങ്ങനെ ഒരു സംഭവം എന്റെ നിഘണ്ടുവിലില്ല. അതാണ് എനിക്ക് ചേട്ടന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വരേണ്ട സ്ഥാനത്ത് തന്നെയാണ് നീ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ കൊട്ടാരക്കരയോ? അല്ല, കൊട്ടാരക്കരയിൽ ഒരടി. ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നങ്ങോട്ട് ഇറങ്ങി ഈ കത്തി എന്റെ ചെവിയിലിട്ട് കറക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോ ഗുണ്ടകൾക്ക് വേണ്ടി പോകാൻ മാത്രം ഒരു ബസ് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ അങ്ങ് നിർത്തി. അതങ്ങനെ നിങ്ങക്ക് മനസ്സിലായി? ആ ബസ്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോന്ന്? ഗുണ്ടക്കാടാ. ഓ ചേട്ടാ, അത് ഗുണ്ടക്കാടാന്നല്ല, ഗുണ്ടക്കാട്. അതാണ് സ്ഥലപ്പേര്. അങ്ങോട്ടേക്ക് പോണ ബസ്സാണത്. എന്തായാലും ഈ ബസ്സിനകത്തുനിന്ന് ഞാൻ അത് വിടുന്നതിന് മുമ്പ് എടുത്തൊരു ഒറ്റ ചാട്ടം. ഞാൻ ചാടിയതും അവിടെ നിന്നവരെല്ലാം എന്നെ കണ്ടു അപ്പോഴേ രണ്ട് കണ്ടും പൊത്തി. ഓ, അത് പേടിച്ചിട്ടായിരിക്കും കണ്ടുപൊത്തിയത്. അതെന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഈ മുണ്ട വണ്ടി കുരുങ്ങി കിടക്കുമായിരുന്നു, അതും എടുത്ത് ഉടുത്തോണ്ട് ബസ് സ്റ്റാൻഡ് മൊത്തം ഞാൻ അടിച്ച് തകർത്തു. കണ്ണി കണ്ടവനെയും പോയവനെയും വന്നവനെയും എല്ലാം ഞാൻ നശിപ്പിച്ചു. സൂപ്പർ അല്ലേ? പിന്നല്ലേ. ഇവിടെ ആരുമില്ലേ? ഇല്ല, ഇവിടെ ഉള്ളവരെല്ലാം താന്നുപോയി. പിന്നെ അല്ലാതെ ദേഷ്യം വരത്തില്ലേ? ഇത്രയും വലിയൊരു ഗുണ്ടയും ഗുണ്ടയുടെ സുന്ദരിയായ ഭാര്യയും ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കാൻ തോന്നി ഇവിടെ ആരുമില്ല എന്ന്? സ്ത്രീകളോട് അതിക്രമം പാടില്ല. എന്നാ നീ ചോദിക്കേ. എന്താ വേണം? ഞാൻ കൊട്ടാരക്കരയെന്നാ. നിങ്ങളുടെ പേര്? അമൽഗുണ്ട. അവനുണ്ടയോ? പറഞ്ഞോട്ടെ. അമൽഗുണ്ട. നിങ്ങളല്ലേ ഇന്നലെ കൊട്ടാരക്കര തല്ലുണ്ടാക്കാൻ പോയത്? അതെ. കണ്ടോ, ആരാധകർ തിരക്കി വരാൻ തുടങ്ങി. നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. എന്താ ആരാധകയെ വന്ന കാര്യം? ഇന്നലെ ചേട്ടൻ അവിടെ ബസ് ഡ്രൈവറെ തല്ലാൻ വേണ്ടി പോയി. അതെ. എന്നിട്ട് ആ കണ്ടക്ടറും ക്ലീനറും എടുത്തിട്ട് ചേട്ടനെ തല്ലി. അതെ. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഒന്നും ചെയ്യാത്ത പാവ എന്റെ ഭർത്താവ് ഉണ്ണിയേട്ടനെ നിങ്ങൾ തല്ലി. ഒരാളെ ഒരു ബസ്സിനകത്തിട്ട് പട്ടിയെ പോലെ 4 വശം നിന്ന് കൂടി തല്ലുമ്പോ ഒരാളെങ്കിലും എനിക്ക് തിരിച്ചു തല്ലണ്ടേ? അല്ലെങ്കിൽ ഈ ഗുണ്ട എന്നുള്ള പേര് പോവില്ലേ മോളെ? അതുകൊണ്ട് തല്ലിപ്പോയതാ. എന്റെ ഉണ്ണിയേട്ടൻ പാവ, ഇതുവരെ ഒരു മനുഷ്യനെ തിരിഞ്ഞു പോലും തല്ലിയിട്ടില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ തന്നെ തെരഞ്ഞു പിടിച്ച് ഞാൻ തല്ലിയത്. ഞാൻ അങ്ങനെയല്ല. പിന്നെങ്ങനാ? എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. എനിക്കൊരു കറുത്ത ചരടുണ്ട്. ഞാൻ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റാ. അതുകൊണ്ട് ഞാൻ തല്ലും. അമ്മോ, എന്റെ മൂക്കളെ ഉണ്ടാക്കുന്ന മെഷീൻ ഇരിക്കുന്ന വെള്ളം വേണമെന്ന് വെറുതെ പറഞ്ഞെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ നീ വെള്ളം കൊണ്ടുവന്നു. മനുഷ്യ, അതാ കൊച്ചിനുള്ള വെള്ളമാണ്. അയ്യോ, എന്നാ വേറെ ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. എന്നിട്ട് ആദ്യമായിട്ടാ എന്റെ ഉണ്ണിയേട്ടൻ കരയുന്നത് ഞാൻ കാണുന്നേ. അയ്യോ, ഉണ്ണിയേട്ടൻ കരയുന്ന കണ്ടപ്പോ എനിക്ക് തൂട്ടിച്ചാടി ചാവാനാ തോന്നിയത്. അപ്പൊ ഈ 10-25 പേര് എന്നെ വട്ടം കൂടി നിന്ന് തല്ലിയപ്പോ കുട്ടി അവിടെ ഇല്ലായിരുന്നോ? ഇല്ല. രക്ഷപ്പെട്ട്. എന്നെ തല്ലുന്നത് കണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി കടലിൽ ചാടി ചത്താനെ. ആ മാതിരി കരച്ചില്ല ഞാൻ അവിടെ കിടന്ന് കരഞ്ഞത്. ആരോട് പറയല്ലേ. എന്നിട്ട് ഉണ്ണിയേട്ടൻ എന്നും രാത്രി കിടക്കുമ്പോ എനിക്ക് കവളത്തൊരു ഉമ്മ എന്നിട്ടാ കിടക്കുന്നത്. ഇന്നലെ അതെനിക്ക് മുടിയല്ല തന്നത്. അതെന്ത് പറ്റി? അതെങ്ങനാ എന്റെ ഉണ്ണിയേട്ടന്റെ ചൂണ്ടടിച്ച് കാണിച്ച് വെച്ചേക്കുമല്ലേ. ലക്ഷ്യം തെറ്റി. ഞങ്ങൾ പ്രണയിച്ച കല്യാണം കഴിച്ചേ. പണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോ ഡിഗ്രിക്ക് തോറ്റല്ലേ? അതെങ്ങനെ മനസ്സിലായി? യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പിടിച്ചു. ഇപ്പൊ അതാണോ ഇവിടുത്തെ വിഷയം? അന്ന് ഉണ്ണിയേട്ടൻ മലയാളവും ഞാൻ കെമിസ്ട്രി ആയിരുന്നു. സ്പോർട്സ് കോട്ടയെ പഠിച്ചതാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ലാതെ എഴുതിയും വായിച്ചു ഒന്നും ജയിച്ചതല്ല. ആ കെമിസ്ട്രിയിൽ അഡ്മിഷൻ കിട്ടൂല. അവൾക്കൊണ്ട സ്കൂളിൽ പോലും പോയിട്ടില്ലല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതാ അഡ്മിഷനിൽ ഞാൻ പിടിച്ചു. അങ്ങനെ പ്രേമിച്ച് നടന്ന എന്റെ ഉണ്ണിയേട്ടനെ നിങ്ങൾ തല്ലിയത്. നിങ്ങളെ ഇങ്ങനെ കേടിക്കാവോ? നിങ്ങൾ ആ കൊച്ചിനെ കരയിച്ചല്ലേ? സ്ത്രീകളോട് അതിക്രമം പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ?
ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളോട് അതിക്രമം പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊച്ചിനെടുത്തോണ്ട് വന്ന് വെള്ളമാ താഴെ പോയത്. ഞാൻ പോയി വേറെ എടുത്തോണ്ട് വരാം. എനിക്ക് നിങ്ങളുടെ വെള്ളം ഒന്നും വേണ്ട. അരി വെന്തോ എന്തോ. കുഴപ്പമൊന്നുമില്ല. എവിടെ പോയാലും എന്റെ അവസ്ഥ ഇതാണല്ലേ. എന്റെ ഉണ്ണിയേട്ടന്റെ എഴുതുന്ന വിരലുകൾ വരെ നിങ്ങൾ തല്ലി ഒടിച്ചു. എന്റെ ഉണ്ണിയേട്ടൻ ഒരു പോയറ്റായിരുന്നു. മിണ്ടിപ്പോരുത്. ആരോടാണ് എവിടെ വെച്ചാണ് സംസാരിക്കുന്നത് കാര്യം ഓർമ്മ വേണം. ഞാനൊരു ഗുണ്ടയാണ്. ഞാൻ അങ്ങോട്ട് പറയും, അതിന് മറുപടി മാത്രം മതി. ഈ പോയിട്ട് എന്ന് വെച്ചാൽ എന്തുവാ? കവി. അങ്ങനെ പറയണം. ഉണ്ണിയേട്ടൻ കോളേജിൽ പഠിക്കുമ്പോ ഒരുപാട് കവിതകളൊക്കെ എഴുതുമായിരുന്നു. ഉണ്ണിയേട്ടന്റെ ചോര തിളയ്ക്കുന്ന കവിത കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അന്ന് സ്റ്റാൻഡ് വെച്ച് ഒരു അടി കൊടുത്തപ്പോ ചോര തുപ്പുന്നത് കണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ കവിത പാടുമ്പോ ഞാൻ കൂടെ പാടുമായിരുന്നു. അയ്യോ, പിന്നെ ആ കൊച്ചിനെ കരയിച്ചല്ലേ? കരയിച്ചല്ലേ? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളെ അതിക്രമിക്കരുതെന്ന്? ഞാൻ അതിക്രമിച്ചൊന്നുമല്ല. ആ കൊച്ചു പാട്ട് പാടിയതാ. അതിന്റെ മുഖം അങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞ ഞാനെന്താ വേണം? അയ്യോ, ഞാൻ പാട്ട് പാടിയതാ. ആണോ? അയ്യോ, എന്താ തുണി അലക്കാനോ തൂത്ത് വാരാനോ എന്നിട്ട് അപ്പൊ ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ? അയ്യോ, ഇവിടെ എപ്പോഴൊന്നുമില്ല. പുറത്തുനിന്ന് ഇഷ്ടം പോലെ. ഇനി എന്നായാലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നേരെ എന്റെ വീട്ടിൽ വരണം. ഉണ്ണിയേട്ടനെ കാല് പിടിച്ച് മാപ്പ് പറയണം. കൊള്ളാം. ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയപ്പോൾ തലയിൽ കയറാൻ നോക്കുന്നു. ഈ ഗുണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് മാപ്പ് പറയണം. അതെ, പറഞ്ഞില്ലെങ്കിൽ ഇനിയും കിട്ടും. ഒരു 5 ദിവസം കഴിഞ്ഞ് വരാം. 5 ദിവസോ? ഓ, അത്ര വലിയ തിരക്കുള്ള ഗുണ്ടയാന്നായിരിക്കും. അല്ല, അതുകൊണ്ടല്ല. വണ്ടിക്കൂലി ഇല്ല കയ്യിലേ. ഇവിടുന്ന് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് 5 ദിവസം പിടിക്കും. വണ്ടിക്കൂലിക്കുള്ള 100 രൂപയൊക്കെ ഞാൻ തരാം. 100 രൂപ തരുമോ? അങ്ങനെയാണെങ്കിൽ ഒരു 500 രൂപ. 500 രൂപ എന്തിനാ? വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണാൻ വരുമ്പം എങ്ങനെ കയ്യും വീശി കയറി വരും? ഇച്ചിരി ആപ്പിൾ മുന്തിരിയൊക്കെ മേടിച്ചോണ്ട് വരാം. അതാ കൊച്ചേ നാട്ടു നടപ്പ്. ഇത്രയെങ്കിലും മര്യാദ നീ എന്റെ ഉണ്ണിയേട്ടൻ തലുമ്പോ കാണിച്ചിരുന്നല്ലോ. നിന്നെ ഞാൻ നിന്നെ ഞാൻ കാലേ വാരി ഞാൻ നിലത്തടിക്കും. എന്തെയോ? എന്റെ ഈശ്വരൻ, ഞാൻ എന്തൊക്കെയാ കാണുന്നത്? താൻ അവസാനം സ്ത്രീകളെ കാല് പിടിപ്പിച്ചല്ലേ? സ്ത്രീകളെ കൊണ്ട് തന്നെ ഞാൻ ഇനി ഇനി അല്ലല്ല. ഇനി അയ്യ, ഇനി എന്താണ്? അയ്യ, അമ്മയ്ക്ക്, അമ്മയ്ക്ക്, അമ്മയ്ക്ക്. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളെ ഇങ്ങനെ അതിക്രമിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ചക്കിലാട്ടുന്ന കാളയോ? നിങ്ങളുടെ ഭർത്താവിനെ തിരിച്ചതല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഭർത്താവിനെ നീ തല്ലുവന്നോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുമോളെ. തല്ലാനവിടെ ഞാനുണ്ട്. ഒന്ന് നിർത്ത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇന്ന് മുതൽ ഈ അമൽ ഗുണ്ടയല്ല, പിന്നെ പുൽക്കൂട്ടി കിടക്കുന്ന ഒരു കുഞ്ഞാട്ടുംകുട്ടി. മനസ്സ് മാറി നന്നായെന്നായിരിക്കും. അയ്യോ, അതുകൊണ്ടല്ല. ഇനി ക്രിസ്മസ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാലും ആട്ടുംകുട്ടി പുൽക്കൂട്ടി കിടക്കുന്നത് പോലെ എനിക്ക് ഇവിടെ കിടക്കാനേ പറ്റൂ. സമാധാനമായി. എന്നാ പിന്നെ ഞാൻ പോയേക്കുവാ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്കവിടെ. നിന്റെ വീട്ടിൽ ചെന്നിട്ട് നീ നിന്റെ ഉണ്ണിയേട്ടനോട് പറയണം. എന്ത്? ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കിറ്റ് നമ്മൾ കണ്ടു. ചേച്ചി, ഈ സ്കിറ്റ് അതായത് ഇത് നമ്മള് സിനിമ എഴുതി കാണിക്കൂലേ, ഇത് ട്രൂ ഇവന്റ്സ് അല്ലെങ്കിൽ റിയൽ സ്റ്റോറി എന്നൊക്കെ പറയില്ല, അങ്ങനെ യഥാർത്ഥത്തിൽ നടന്ന കഥയാണത്. യഥാർത്ഥ സുരേഷ് ഏട്ടന്റെ കൂടെ എന്ത് നടന്ന? സത്യത്തിൽ ഇത് ശ്രീവിദ്യയുടെയും രാഹുലിന്റെ ഫ്ലാറ്റ് ഇപ്പൊ ഇവര് കണ്ടുപിടിച്ച കഥയാണ്. അങ്ങനെയാണ് ഈ സ്കിറ്റ് ഇവർ ഉണ്ടാക്കിയത്. അവിടുന്ന് ഇവര് പിന്നെ ഇപ്പൊ കണ്ടുപിടിക്കണ്ടല്ലോ. ചിലരുടെ ഫ്ലാറ്റിൽ നമ്മൾ പോയി ഒളിഞ്ഞു നോക്കണ്ട. ഇത് പ്രശ്നമില്ല. ഫുള്ള് മറ്റേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഇത് ചൂലുകൊണ്ടും മാതിന്റെ പാടാണ്. നിനക്ക് എന്നെ എന്തും പറയാം. കവടിയാർ ജംഗ്ഷനില് ബീസ്റ്റ് ബോട്ട് ജംഗ്ഷനിൽ ഇവിടെ വെച്ച് അപ്പൊ സുരേഷ് മാമന്റെ ഈ ഒരു ഇടി അടി നന്നായിരുന്നു. സുരേഷ് മാമൻ അമൽ ഗുണ്ട
നല്ല ബോഡി ലാംഗ്വേജ്, നല്ല സ്കിറ്റ് ആയിരുന്നു. ശരി, എങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാ നമുക്ക് നോക്കാന്ന്. കടനിറയെ പണമൊഴുകണ കടി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ധൃതതും താളത്തിൽ ഞാൻ നമ്മളിവിടെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെയല്ലേ നമ്മള്. അങ്ങനെ ഇതില് സോനയുടെ കുടുംബത്തിൽ സോനയുടെ ചേച്ചിയുടെ കല്യാണം വരുന്നു ഇടയ്ക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ അറിഞ്ഞു സോനയുടെ ചേച്ചി, സ്വന്തം ചേച്ചിയുടെ കല്യാണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോ സോനയോട് ചോദിച്ചു, സോന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞ ചേട്ടാ, നീ എന്താ ഞങ്ങളെയൊന്നും വിളിക്കാത്തത്? ഞാൻ വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ അല്ല വേണ്ടപ്പെട്ടവരെ മാത്രമേ. ആ ഓക്കെ, അപ്പൊ ചേച്ചി പൈസ ഒക്കെ കൊടുത്തോ? അതെ, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കാണ്. സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു സീക്രട്ട് സാന്റാ. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. അതായത് സീക്രട്ട് സാന്റ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ആചാരം പോലെയാണ്. അതായത് നമ്മൾ സീക്രട്ട് ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് ആ പേര് നമ്മൾ ആരാ നോക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചിലപ്പോൾ പറയും ആരാന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഈ സീക്രട്ട് സാന്റ എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ഉണ്ടാവും. അപ്പൊ ഒരാള് നമ്മളൊരു ലോട്ട് എടുക്കും, ആ പേര് ആരുടെ ആണോ അത് സീക്രട്ട് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ നല്ല ഗിഫ്റ്റുമായിട്ട് വരെ അവർക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ അടുത്ത എപ്പിസോഡിലാട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സമയമുണ്ട്. ആലോചിച്ച് നിങ്ങൾക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള എല്ലാ ടൈമും ഞാൻ നിങ്ങൾക്ക് തരാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാറിനെ കൊണ്ട് തന്നെ ആദ്യം എടുപ്പിക്കാം. ഞങ്ങളുടെ ക്രിസ്മസ് സ്റ്റാറിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പേര് എടുപ്പിക്കാണ്. ആരാന്നുള്ള പറയില്ല, സീക്രട്ട്, സോ യു ഹാവ് ടു കീപ് ഇറ്റ് സീക്രട്ട്. അയ്യോ, ചേച്ചിക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാനാണ്. കുഴപ്പമില്ല, എക്സ്പ്രഷൻ ഇട്ടാ മതി. ഇത് നമ്മുടെ ഒന്നും നോക്കല്ലേ, എക്സ്പ്രഷനിൽ കൂടെ. Oh my God, I still got the same thing. കാണിക്കല്ലേ, അപ്പൊ എനിക്ക് നോക്കാൻ തോന്നും. ശ്വേത ചേച്ചി പേരിൽ ഭയങ്കര ഹാപ്പിയാണ്, സോ എക്സൈറ്റഡ്. പക്ഷെ ഇത് ആരാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് സീക്രട്ട് സാന്റ ഗെയിമിൽ പങ്കെടുക്കുന്ന അഖിൽ, പേര് വിളിച്ച് കൂവരുത്, എടുക്ക. ഇല്ലില്ല, അയ്യോ കണ്ണ് കാണാൻ പാടില്ല. എരിവുള്ള ആരോ ആണോ? എരിവുള്ള എരിവാറ്റ് ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആരാന്ന്. ശരി, അയ്യോ ഞങ്ങളുടെ മാലാക കുഞ്ഞ്. എല്ലാ കോമഡി മാസ്റ്റേഴ്സിൽ എന്റെ ആദ്യത്തെ ക്രിസ്മസ്. അതെ, ഞങ്ങളുടെ മാലാകയാ. പിന്നെ വായിക്കാനൊന്നും കിട്ടി കാണും. അല്ല, എന്റെ കണ്ടാലും അറിയാലോ. അല്ല, ഫുള്ള് കണ്ടു. ആണോ? കണ്ടു. ഇത്രയ്ക്ക് നിങ്ങക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഫുള്ളൊന്നും കാണാൻ പറ്റും. ആലിസിന് ഈ വ്യക്തിനെ ഭയങ്കരമായിട്ട് അറിയാം, അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റാന്നുള്ളത് കണ്ടപ്പോ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അതെ, ഞാൻ ഉറപ്പിച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അത് തന്നെ കിട്ടണം. എനിക്ക് അത് കിട്ടി. ആണോ? അതാണ് അങ്ങനെ ഒരാള്. അപ്പൊ ഇതിലെ പേരുകൾ എന്തൊക്കെയാണോ? ദൈവമേ, അത് രാഹുലാണോ? ഒരാഴ്ച കൊണ്ടൊന്നും മനഃപൂർവ്വം ദൈവം തരുന്നയാന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാനാണോ എന്നത്? ശരി, ഇനി ഞാൻ അല്ല, രാഹുൽ പിടിക്കട്ടെ. രാഹുൽ അല്ലാന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ. രാഹുൽ അതിനല്ലേ അവനെ കൊണ്ടുവന്നത്. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഞാൻ എടുക്കും. ഇനി എടുക്കാൻ പോകുന്ന പറയുന്നത് നമ്മുടെ ഈ ഷോയിന്റെ ക്യാപ്റ്റൻ ആര്? അനുചേട്ടൻ. എന്ത് പറയുന്നു? അനുചേട്ടൻ. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഞാൻ ദാ എടുക്കട്ടെ. ഇൻട്രസ്റ്റിംഗ്. ഞാൻ വേണമെന്ന് വിചാരിച്ചത് ആരാണോ അതല്ല എനിക്ക്. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അനുജ് വന്ന് എടുക്കണ്ടേ? യെസ്, ഇനി വരുന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഷോ ഡയറക്ടർ അനുചേട്ടനാണ്. സോ അനുചേട്ടാ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റൈലൊക്കെ കണ്ടുപിടിക്കുന്ന അനുചേട്ടൻ്റെ ഇതാണ്. എന്താണ് എക്സ്പ്രഷൻ? ആരെ കിട്ടിയാലും ഒരുപോലെ ആയതുകൊണ്ട് സന്തോഷം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ സങ്കടം ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്.
പക്ഷേ ദിസ് ഇസ് ഫൺ അല്ലേ ക്രിസ്മസ് അതായത് ചില ആൾക്കാർക്ക് നമുക്ക് കറക്റ്റ് അറിയായിരിക്കും ഇന്നത് ആപ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ചിലർ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളായിരിക്കും. അതെ, അതാണ് ഒരു ട്വിസ്റ്റ്. ശരി, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുകൾ ദാ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആരാണെന്നുള്ളത് അതെ ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം. അത് നമ്മൾ അറിയാൻ പോകുന്നത് അടുത്ത എപ്പിസോഡ് ആയിരിക്കും. അപ്പൊ പ്രൊഡ്യൂസറിന്റെ സ്ഥാനത്ത് നിന്ന്, പ്രൊഡ്യൂസറെ സാധാരണ ഇന്നിയറിലാണ് എൻ്റെ അടുത്ത് വൈൻഡപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ കയ്യിൽ ഓരോ ചിറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ ഓരോ പേരുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാർക്കാർക്കൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡേ കാണാൻ പറ്റുള്ളൂ. ബിഫോർ ദാറ്റ്, അളിയാ രാഹുലേ, ഒഫീഷ്യലായിട്ടൊരു നന്ദി പറയൽ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഈ ക്രിസ്മസ് കളറാക്കാൻ തുടക്കം കുറിച്ച രാഹുൽ ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. എനിക്കൊന്ന് രാഹുലും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കാരണം ക്രിസ്മസിന് രാഹുൽ നമുക്കൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് വന്നത്. വാട്ട് യു ഫീൽ? അതെ, തീർച്ചയായിട്ടും. അതെ അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ ക്രിസ്മസ് ഇവിടെ ആകാൻ പറ്റിയതും മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ അവാർഡിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ലൊരു ഇയർ എൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരെയും എന്നും കാണുന്നതാണ്. പക്ഷേ വീണ്ടും ഈ സ്റ്റേജിൽ നിന്ന് കാണാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും അമൃത ടിവിക്കും അനുചേട്ടനും നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കാണുന്നവർക്കും ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ക്രിസ്മസ് ആശംസകൾ. പിന്നെ അങ്ങനെ ആകട്ടെ. ആയിക്കോട്ടെ. സോ 2025 എന്ന് പറയുന്ന ഇയർ രാഹുലിന് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു എന്ന് രാഹുൽ തന്നെ മെൻഷൻ ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് വരുന്ന വർഷങ്ങളും ഇതുപോലെ തന്നെ ഓരോ തവണയും ഓരോ വർഷങ്ങൾ അടിപൊളിയാവട്ടെ, വീഡിയോസ് അടിപൊളിയാവട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഒപ്പം തന്നെ ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഇനിയും കറങ്ങാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ചിന്നുവാണ് ഐശ്വര്യാണോ? വേറെ ആളെ അയക്കാൻ കൂടെ മൈക്കുണ്ട്. അയ്യോ, എനിക്ക് മൈക്കുണ്ടോ? ഞാൻ ഒഫീഷ്യലായിട്ട് കാര്യമുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു. അമൃത TV എൻ്റെ കരിയറിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരാളാണ്. അപ്പം ആദ്യമായിട്ട് ഇതേപോലെ എൻ്റെ ഹസ്ബൻഡിനും പുതിയൊരു ട്രൈ ചെയ്തപ്പം അതിലേക്ക് അവാർഡ് കൊടുത്തതിൽ ഭയങ്കര വലിയ സന്തോഷം. ആൻഡ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ക്രിസ്മസ്, എൻ്റെ ഫാമിലി ക്രിസ്മസ് പോലെയാണ്, സെലിബ്രേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഒഫീഷ്യലി താങ്ക് യു സോ മച്ച്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അതെ, എല്ലാവർക്കും രാഹുലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തേ അറിയുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്ത ആരും അറിയത്തില്ല. അപ്പം അതിനും ഒരുപാട് ഇത് നിനക്ക് ദയവായിട്ട് തന്നതായിരിക്കും എന്നെയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ഉമ്മയൊക്കെ കൊടുക്കണ കെട്ടിപ്പിടിച്ച്. ഉമ്മ കൊടുക്കും മക്കളെ, എവിടൊക്കെയോ കൊടുക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ സീക്രട്ട് സാന്റാ ആരാണ് എന്താണെന്നുള്ളത് അടുത്ത എപ്പിസോഡെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും രാവിലെ അളിയാ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അങ്ങനെ ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഗൈസ്, അടുത്ത എപ്പിസോഡ് കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.